ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 40-ാം വാക്യത്തിൽ യേശു നിന്ന് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് യേശു ചോദിക്കുമ്പോൾ കുരുടനായ മനുഷ്യൻ പറയുന്നു, എനിക്ക് കാഴ്ച പ്രാപിക്കണം ഗുരു, നീ സൗഖ്യമാക എന്ന് യേശു ഒരു വാക്ക് കൽപ്പിച്ചു. ആ കുരുടൻ സൗഖ്യമായി. യെരിഹോവിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ വഴികരികയിരുന്നതായ ജന്മനാ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ, ഇന്നുവരെയും ലോകത്തെയോ മനുഷ്യരെയോ യാതൊരു ജീവിതാനുഭവങ്ങളെയോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു മനുഷ്യൻ, യേശുവിനെ കുറിച്ചൊരു കേട്ടുകേൾവി. ദാവീദ് പുത്രനായ കർത്താവ് യേശു, അവൻ സൗഖ്യദായകനായ ദൈവമാണ്, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നൊരു ദൈവമാണെന്നൊരു കേട്ടുകേൾവി ഈ കുരുടനായ മനുഷ്യനുണ്ടായി. പ്രിയപ്പെട്ടവരെ, തിമായിയുടെ മകനായ ബർത്തിമായി അവൻ അത്യുച്ചത്തെ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. ശിഷ്യന്മാർ ഇവർ ചില പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി പോകുന്നത് കൊണ്ട് ഇപ്പോൾ നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. എങ്കിലും ആ മനുഷ്യന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സൗഖ്യം വരണമെന്നുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ ആഗ്രഹം യേശുവിനോട് പിന്നെയും നിലവിളിക്കുവാൻ മുഖാന്തരമായി. ഈ നിലവിളിയുടെ മുമ്പിൽ മറികടന്നു പോകുവാൻ യേശുവിന് കഴിഞ്ഞില്ല. യേശു അവിടെ നിന്ന് ഈ കുരുടനെ മടക്കി വിളിച്ച് അവന് സൗഖ്യം പ്രദാനം ചെയ്ത അനുഭവം രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. നിലവിളി പലർക്കും അസഹ്യമായി തോന്നും. അത് കുടുംബത്തിനകത്തുള്ളവർക്ക് അസഹ്യമായി തോന്നും, ചുറ്റുപാടുമുള്ളവർക്ക് അസഹ്യമായി തോന്നും. സമൂഹത്തിൽ ആരാധനാലയങ്ങളിൽ പലർക്കും നിന്റെ നിലവിളി അസഹ്യമായി തോന്നും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിനത് അസഹ്യമല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നു. നീ അത്യുച്ചത്തിൽ നിലവിളിക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെയും ഭവനത്തിനൊരു രക്ഷയുണ്ടാകും. അത്യുച്ചത്തിൽ ദൈവത്തോടൊരു നിലവിളിയുണ്ടെങ്കിൽ നിന്റെ ജീവിതാനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം വരാൻ പോകുകയാണ്. യേശു നിൽക്കും. നിലവിളിയെ, കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കണ്ണുനീരൊഴുക്കുന്നവരോടുകൂടെ കരയുന്ന ഒരു ദൈവം, അതാണ് യേശു കർത്താവ്. ഇന്ന് രാവിലെ സമയം കണ്ണുനീരും നിലവിളിയും പ്രാർത്ഥനയുമായി ഭവനത്തിനകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന എൻ്റെ പ്രിയ സ്നേഹിതേ, നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഒരു സർവശക്തൻ ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു, അവൻ സൗഖ്യദായകനാണ്. അവൻ സകലത്തിൻ്റെയും കാരണഭൂതനും ലാക്കുമായ ദൈവമാണ്. അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. ഒരു വാക്കിനാൽ അവൻ സകലത്തെയും ഉളവാക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും രക്ഷയുണ്ടാകും. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളും ഇന്ന് സൗഖ്യം പ്രാപിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ